തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ CPIM-നെ അതിരൂക്ഷമായി വിമർശിച്ച സമസ്ത EK-AP വിഭാഗങ്ങൾ CPIM ഭൂരിപക്ഷ പ്രീണനത്തിന് ശ്രമിച്ചുവെന്നും അത്യന്തം ആപൽക്കരമായ രാഷ്ട്രീയ നിലപാടാണ് CPIM സ്വീകരിച്ചത് എന്നും EK വിഭാഗത്തിന്റെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലിൽ വിമർശിക്കുന്നുണ്ട്. വിമർശനങ്ങളെ ശത്രുവായി കാണുന്ന സർക്കാർ നിലപാടാണ് LDF-ന് തിരിച്ചടിയായത് എന്നും സമസ്ത AP വിഭാഗം പറയുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായിട്ട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രസാദ്, ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മുഖ്യമന്ത്രി 3-4 വാർത്താ സമ്മേളനങ്ങൾ നടത്തി. ഇതിലൊക്കെയും ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധവും പിന്നീട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളും ഇതൊക്കെ കേരളം മുഴുവൻ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. ഇതിലും ഇവരൊക്കെയും നിലപാട് അറിയിച്ചിരുന്നു. ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നു. UDF മിന്നും വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. AP EK വിഭാഗങ്ങളൊക്കെ ഈ വിഷയത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? CPIM-നെതിരെ മുഖപത്രത്തിലെ കാര്യങ്ങൾ. ഗുഡ് മോർണിംഗ് സത്യലക്ഷ്മി. ഇതിനകത്ത് സമസ്തയുടെ 2 വിഭാഗവും EK വിഭാഗമാണെങ്കിലും AP വിഭാഗമാണെങ്കിലും അവരുടെ മുഖപത്രങ്ങളിൽ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് CPM-നെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് സമസ്ത EK വിഭാഗത്തിന്റെ മുഖപത്രമായ സുപ്രഭാതത്തിൽ അവരുടെ മുഖപ്രസംഗത്തിൽ പറയുന്നത് ഇതിനകത്ത് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാട് ചെറിയ സംഘടനകൾ, അതായത് ഉദ്ദേശിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളുടെ വിമർശനത്തിന്റെ ഭാഗമായി CPM നടത്തിയിട്ടുള്ള ചില ഭൂരിപക്ഷ പ്രീണനങ്ങളുണ്ട്. അത് ഈ വലിയ തോതിൽ ദോഷം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഇത്തരത്തിലുള്ള വർഗീയ പ്രീണനങ്ങൾ അത് ദോഷം ചെയ്തിട്ടുണ്ട്. അത് CPM-ന്റെ ഭാഗത്ത് നിന്ന് അവരത് പ്രതീക്ഷിച്ചിരുന്നില്ല. അത്തരം വർഗീയ നയങ്ങൾ വളരെ കേരളത്തിന് ആപൽക്കരമാണ്. അതിന്റെ മാത്രമല്ല അതിന്റെ ഗുണഭോക്താക്കൾ BJP ആകും. ഇക്കാര്യങ്ങളൊന്നും തന്നെ CPM-ന് അറിയാത്തതല്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഭൂരിപക്ഷ പ്രീണന നയം തുടർന്ന് എന്നുള്ളൊരു വിമർശനമാണ് ആ മുഖപ്രസംഗത്തിന്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സിറാജിൽ, അത് AP വിഭാഗത്തിന്റെ മുഖപത്രമാണ് സിറാജിലും പ്രധാനമായ വിമർശനം എന്ന് പറയുന്നത് തിരുത്തണം എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള തെറ്റായ നയങ്ങളെല്ലാം തിരുത്തണം എന്നുള്ളതാണ്. അതിൽ നേരത്തെ പറയുന്നത് PM ശ്രീയിൽ എടുത്തിട്ടുള്ളൊരു നിലപാട്. PM ശ്രീ എടുത്ത സമയത്ത് സർക്കാർ പറഞ്ഞത് നമുക്കറിയാം, ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ്. പക്ഷെ അതിന് മുമ്പ് വരെ സ്വീകരിച്ച ഒരു നിലപാട് നേരെ തിരിച്ചായിരുന്നു. കേന്ദ്രത്തിന്റെ ഈ ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ്, അതിന് കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ അവസാന ഘട്ടം വന്നപ്പോൾ ഫണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ PM ശ്രീയിൽ ഒപ്പിടുന്നു എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ നയം. പിന്നീട് അതിന് CPI-യുടെ എതിർപ്പിനെ തുടർന്ന് പിന്മാറുകയൊക്കെ ചെയ്തു. അപ്പോൾ അതാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ള പരാമർശം സേതു, അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം അത് പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഈ മുസ്ലിം വോട്ടുകൾ UDF-ന് അനുകൂലമായി വരാൻ ഒരു പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 2 കൂട്ടർ അക്കാര്യം പറയുന്നുണ്ട്. കാരണം വെള്ളാപ്പള്ളി നടേശൻ വലിയ തോതിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ട് പോലും അതിനെതിരെ ഒരു കാര്യം പോലും പറയാൻ സർക്കാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ CPM-ഓ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല. അവർ മൗനം പാലിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ കൊണ്ടുപോകുന്ന സംഭവങ്ങൾ വരെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തെറ്റായ സന്ദേശം മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെല്ലാം തിരുത്തൽ വേണം എന്നുള്ളതാണ് 2 പത്രങ്ങളുടെയും മുഖപ്രസംഗത്തിലൂടെ സർക്കാരിനോട് പറയുന്നത്. എന്തായാലും വലിയ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-നെതിരെ ഇവർ ഉയർത്തിയിട്ടുള്ളത്. ഓക്കെ, ശരി. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.